ശ്രീമന്നാരായണീയം ദശകം 18 പൃഥുചരിതം ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈർ ദേവാദ്യൈ സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിതനോ മധുദുഹസ്ത്വം. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു പൃഥു എന്ന ആ രാജാവിനെ സൂതന്മാരെല്ലാം പാടിപ്പുകഴ്ത്തി. പിന്നീട് വേനന്റെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ ഭൂമിദേവി തൻ്റെ ഉള്ളിലേക്ക് ഒളിപ്പിച്ചു വച്ചിരുന്ന സർവ സമ്പത്തുകളെയും ഭൂമിദേവിയെ നിലയ്ക്ക് നിർത്തി ഇവിടെ പൃഥു എല്ലാത്തിനെയും പുറത്തേക്ക് കൊണ്ടുവരുന്നു. സമ്പത്തിനെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. വില്ലിൻ്റെ അറ്റം കൊണ്ട് ഭൂമിയെല്ലാം നിരപ്പാക്കി കൃഷിക്കൊക്കെ അനുയോജ്യമാക്കി തീർത്തു എന്നെല്ലാം നമ്മൾ കണ്ടു. ഇനി ഭൂമിയുടെ ആ സർവസമ്പന്നത അതിനെ വിശദമാക്കുകയാണ് ഇതിനകത്ത്. ഭൂയ പിന്നീട് ത്വം നിന്തിരുവടി നിജകുല മുഖ്യ വത്സ യുക്തൈ തൻ്റെ ആ കുലത്തിലെ ആ വംശത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ പൗരമുഖ്യന്മാരെ എല്ലാം പൈക്കിടാങ്ങളാക്കിയ വത്സയുക്ത പൈക്കിടാങ്ങളാക്കിയ ദേവന്മാർ തുടങ്ങിയ സകലർക്കും. അതായത് ഇവിടെ ഭൂമിദേവി കാമധേനുവിൻ്റെ രൂപത്തില് ആയിത്തീർന്നു. അപ്പൊ ആ കാമധേനുവിൻ്റെ രൂപത്തില് പശുവിൻ്റെ രൂപത്തില് ഉള്ള ആ ഭൂമിയെ ഭൂമിയുടെ ഉള്ളിലേക്ക് എല്ലാ സമ്പത്തുകളും ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. അതിനെ ഓരോന്നോരോന്നായിട്ട് കറന്നെടുക്കുകയാണ് ഇവിടെ ദേവന്മാർക്കും അതുപോലെ മറ്റ് വിശിഷ്ടരായിട്ടുള്ളവർക്കും അവരവർക്ക് യോജിച്ച അർഹതപ്പെട്ട പാത്രങ്ങളിൽ ഇവര് കറന്നെടുത്തു. അപ്പോൾ പാല് കറന്നെടുക്കണമെങ്കിൽ പശുക്കുട്ടി കുടിക്കുമ്പോഴാണ് ഇത് ചൊരത്തി വരിക. അപ്പൊ അതുകൊണ്ട് ഇവർ ഓരോരുത്തരും ഓരോരോ രൂപത്തില് വന്ന് പശുക്കിടാവിൻ്റെ രൂപത്തില് വന്ന് അവർക്ക് അവരുടേതായ പാത്രങ്ങളിൽ അവർക്കിഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം ഇവിടെ എടുത്തു. അവിടെ ഭൂമിദേവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം കൊടുത്ത് നിന്നു. അഭിലഷിതാനി താനി 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 എന്ന് പറഞ്ഞ ഇവിടെ അവയെ അഭിലഷിതാനി ഇഷ്ടമുള്ള അതത് അല്ലാദീനി ആഹാരവസ്തുക്കൾ തുടങ്ങിയവ. സുരഭിതനുവും പശുരൂപിണിയായ സുരഭിയുടെ രൂപമെടുത്ത താം അവളെ ആ ഭൂമിദേവിയെ
അപ്പൊ ആ ഭൂമിദേവിയിൽ നിന്ന് സ്വച്ഛന്തം യഥേഷ്ടം ഇഷ്ടം പോലെ അതൂതുഹ കറന്നെടുക്കുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കി. പൃഥുവിന്റെ പുത്രിയായിട്ട് ഭൂമിയെ പറയുന്നത് കൊണ്ടാണ് ഇവിടെ പൃഥ്വി എന്ന് ഭൂമിക്ക് പേര് വന്നത്. ഓരോരുത്തരായിട്ട് വന്ന് സകല ജീവജാലങ്ങളും അവരവർക്ക് വേണ്ടതെല്ലാം കറന്നെടുത്തു എന്ന് പറയണം. ഇത് ഭാഗവതത്തില് വളരെ വിസ്തരിച്ച് തന്നെ പറയുന്നുണ്ട്. സ്വയംഭുവ മനു, അതുപോലെ വന്ന് എല്ലാ ധാന്യങ്ങളും നെല്ല്, യവം തുടങ്ങിയവ ഒക്കെ സകല ധാന്യ ബീജങ്ങളും കറന്നെടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ മുനിമാര്, ബൃഹസ്പതി വേദസ്വരൂപമായിട്ടുള്ള ക്ഷീരം ശ്രോത്രേന്ദ്രിയം പാത്രമാക്കിയിട്ടാണ് കറന്നെടുത്തത്. ദേവന്മാര്, ഇന്ദ്രൻ അമൃതാകുന്ന ആ ക്ഷീരം സ്വർണപാത്രത്തിൽ കറന്നെടുത്തു എന്ന് പറയുന്നുണ്ട്. അസുരന്മാരിൽ പ്രഹ്ലാദൻ, അവരൊക്കെയാണ് കുട്ടിയായിട്ട് വരുന്നത്. ഇരുമ്പ് പാത്രം, അതിനകത്ത് മദ്യം. ഗന്ധർവന്മാര്, അപ്സരസ്സുകള് വിശ്വാവസുവിനെ ഇതാക്കിയിട്ട് കുട്ടിയാക്കിയിട്ട് താമരപ്പൂവില് വാഗ്മാധുര്യം, സൗന്ദര്യം ഇവ വർദ്ധിക്കാൻ വേണ്ടതെല്ലാം കറന്നെടുത്തു. പിതൃക്കള് അര്യമാവ് കുട്ടിയായിട്ട് വന്ന് വേവിക്കാത്ത മൺപാത്രത്തില് കറന്നെടുത്തു. ഓരോന്നോരോന്ന് കറന്നെടുക്കുകയാണ്. സിദ്ധന്മാര്, വിദ്യാധരന്മാര് കപിലനെ കുട്ടിയാക്കി ആകാശമാകുന്ന പാത്രത്തിൽ ആണ് അവരെല്ലാം അവർക്ക് വേണ്ടതെല്ലാം കറന്നെടുത്തത്. അതുപോലെ യക്ഷന്മാര്, രക്ഷസുകള്, ഭൂതങ്ങള്, പിശാചുക്കള് രുദ്രനെ കുട്ടിയാക്കിയിട്ട് മനുഷ്യന്റെ തലയോട് അതാണ് പാത്രമാക്കിയത്. രക്തമാകുന്ന മദ്യത്തെയാണ് അവര് കറന്നെടുത്തത്. ഓരോരുത്തരും ഓരോ ജീവജാലങ്ങളും എല്ലാം അവരവർക്ക് വേണ്ടതെല്ലാം എടുത്തു എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. പാമ്പുകള്, വിഷജന്തുക്കള് തക്ഷകനെ കുട്ടിയാക്കി മാളമാകുന്ന പാത്രം, അതില് വിഷാത്മകമായ ക്ഷീരത്തെയാണ് കറന്നെടുത്തത്. അതുപോലെ നാൽക്കാലികള് നന്ദീശ്വരനെ കുട്ടിയാക്കി കാടിനെ പാത്രമാക്കി പുല്ലാകുന്ന ക്ഷീരം. ഇതെല്ലാം ഇവിടെ ഭൂമിദേവി ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു സകലതും. അതുകൊണ്ടാണ് ഇത്ര വിസ്തരിച്ച് പറയുന്നത്. വന്യമൃഗങ്ങള് സിംഹത്തിനെ കുട്ടിയാക്കി ശരീരമാകുന്ന പാത്രം, അതില് മാംസം, അതാണ് അവർക്ക് വേണ്ടത്, അതിനെ എടുത്തു. പക്ഷിവർഗങ്ങള് ഗരുഡനെ കുട്ടിയാക്കി കീടാദികള്, ഫലമൂലാദികള് മുതലായവ. അതുപോലെ വൃക്ഷങ്ങള്, പുഷ്പമില്ലാതെ കായ്ക്കുന്ന വൃക്ഷങ്ങള് ഉണ്ട്. ആല് ആണ് ഇവിടെ രസമയമായ ക്ഷീരം കറന്നെടുത്തത്. പർവ്വതങ്ങള് ഹിമവാനെ കുട്ടിയാക്കി പ്രാന്തപ്രദേശങ്ങള്, അവിടെ ധാതുക്കള്, പ്രാന്തപ്രദേശങ്ങളാണ് പാത്രമാക്കിയത്, എന്നിട്ട് ധാതുക്കള് കറന്നെടുത്തു. ഇങ്ങനെ ഒരുപാട് വിസ്തരിച്ച് അതിനകത്ത് ഭാഗവതത്തില് പറയുന്നുണ്ട്. ഭൂമിദേവി ഒളിപ്പിച്ചു വച്ചിരുന്ന സർവ വസ്തുക്കളും ഇവിടെ പൃഥു ചക്രവർത്തി പുറത്തേക്ക് മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ദേവന്മാർക്കും ഒക്കെയായിട്ട് യഥേഷ്ടം കറന്നെടുത്തു കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാക്കി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.